ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞങ്ങൾ അടുത്ത ട്രിപ്പിന് പോവാം. അടുത്ത ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ചെന്നൈക്ക് പോവാം കേട്ടോ. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസം വേസ്റ്റ് ചെയ്യാനില്ല. ഇപ്രാവശ്യം പിന്നെ 7 ദിവസം ഞങ്ങളുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ പോകുന്നത് പള്ളിയിലാണ്. പള്ളി കഴിഞ്ഞ് പറ്റിയാൽ ഒന്ന് ടി നഗർ കറങ്ങണം. പിള്ളേരെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അന്ന് നമ്മുടെ വിജയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാര്യം വഴിയിലെല്ലാം പായസം കൊടുപ്പും ബിരിയാണി കൊടുപ്പൊക്കെ ആയിരുന്നു. ബ്ലോക്ക് കാരണം ഇറങ്ങി നിന്ന് എവിടെയും ഇതൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. എന്തായാലും ഒരുവിധം സാധാരണ കഴിഞ്ഞ വർഷം ഞങ്ങൾ 1 മണിക്കൂർ 54 കിലോമീറ്ററേ ഉള്ളൂ കൽപ്പാകത്തുനിന്ന് ചെന്നൈക്ക്. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ 1.5 മണിക്കൂർ എടുത്തു. ബ്ലോക്ക് ആയതുകൊണ്ട് വേറൊന്നുമല്ല. ഇപ്പോൾ ഈ കാണിക്കുന്നത് പട്ടി ഷോ, വെറും ഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എന്നെ തന്നെ കൊള്ളാവോ എന്നൊക്കെ നോക്കിയിട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇറങ്ങി എല്ലാവരും ഒന്ന് ഫ്രഷായി. നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ ശരിക്കും ഏട്ടനും ബ്ലാക്ക് ഇട്ടത് കോയിൻസിഡൻസ് ആട്ടോ, ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടതൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ബ്ലാക്ക് ആണെന്നുള്ളത്. അതിനിത് അവിടുത്തെ കുരിശടിയും തൊട്ട് ഓപ്പോസിറ്റ് പള്ളിയും. അപ്പോൾ പള്ളിയിൽ കുർബാന നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് കയറിയില്ല, വെളിയിൽ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടിങ്ങനെ പോരുന്നു. കുരിശടിക്കകത്ത് ഫോൺ അലൗഡ് അല്ല, ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. നേർച്ച അവിടെ പൂട്ടാട്ടോ. നമ്മളിങ്ങനെ ലോക്ക് ആൻഡ് കീ മേടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ ഒരു ഗ്രില്ലുണ്ട് ഷ്രൈനിൻ്റെ കുരിശടിയുടെ. അവിടെ അത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ മെഴുതിരി കത്തിച്ചിങ്ങി പോരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് ഫോണും ക്യാമറ ഒന്നും അലൗഡല്ല, എന്താണെന്നറിയത്തില്ല. നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു വലിയ രൂപം അവിടെ ഇരിപ്പുണ്ട്. നല്ല ഒരു എന്താ പറയുക, അവിടെ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കുർത്തക്കെട്ടുള്ള പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ വെളിയിൽ നിന്ന് കുർബാന നടക്കുന്നതുകൊണ്ടാട്ടോ അകത്തോട്ട് കയറാഞ്ഞേ. രണ്ടും കൂടെ എപ്പോൾ നോക്കിയാലും അടിയാണ്, അതുപോലെ തന്നെ സ്നേഹവും ആട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെടാറില്ല, വെറുതെ ഇപ്പോൾ അടികളുണ്ടല്ലോ. അങ്ങനെ ഒരുവിധം കഴിഞ്ഞു. ആ വലിയ ഓറഞ്ച് ബിൽഡിംഗ് കാണുന്നത് അവരുടെ എന്താ പറയുക, ഈ രൂപങ്ങളൊക്കെ മേടിക്കുന്ന സ്ഥലമില്ലേ, അതാ. അങ്ങനെ ഈ അങ്കിള് മലയാളി ആട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ പരിചയപ്പെട്ടതാണ്, പക്ഷേ പുള്ളിക്കാരന് ഞങ്ങളെ ഓർമ്മയില്ല. ഞങ്ങൾക്ക് പുള്ളിക്കാരന് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുകയൊക്കെ ചെയ്തു, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് ചായ കുടിച്ച് ഞങ്ങൾ ആണോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ ഞങ്ങൾ ഭയങ്കര ബിസിയാണ്, നല്ല തിരക്കാണ്, നല്ല ചായയും. അങ്കിളുടെ വീട് പാലക്കാടാണ്. അങ്കിളിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അങ്കിളുടെ സ്വന്തം കടയാട്ടോ അത്. എപ്പോഴേലും അങ്കിൾ വീഡിയോ കാണുവാണെങ്കിൽ അങ്കിള് അയി പറക്കട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഈ ടി നഗർ പോകുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വണ്ടി പാർക്കിംഗ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടൗൺഷിപ്പുണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓട്ടോ പിടിച്ചാണ് ആദ്യം ഫുഡ് കഴിക്കാൻ പോയി. സത്യം പറയാമല്ലോ, എന്തോ ഒരു ഹെറിറ്റേജ് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയ ഹോട്ടലായിരുന്നു. ഒരു ബിരിയാണിക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, 300-350 രൂപ വരും ഒരു ബിരിയാണിക്ക്. ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇനി കുറേ നടക്കാനുണ്ട്, അതുകൊണ്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ നടത്ത് തുടങ്ങി. അപ്പം ഞാൻ ആദ്യമേ ഡിസ്ക്ലെയിമറായിട്ട് പറയാം, ഇതിനകത്ത് വലിയ ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാര്യം ഈ 2 എണ്ണത്തിനെയും കൊണ്ട് നടന്ന് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു വഴിയായി. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടെ എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ദൂരം നടത്താറുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച ടി നഗർ അല്ല അയാൾ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഞങ്ങളെ ഇറക്കിയത് മറ്റേ ബ്രാൻഡഡ് കടകളുള്ള ഒരു സ്ട്രീറ്റാണ്. അത് കുറേയും കൂടെയൊക്കെ എന്താ പറയുക, ഇച്ചിരി കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. കണ്ടത് ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ടി നഗർ. നല്ല സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ടി നഗർ കുറച്ചുകൂടി അപ്പുറത്താണ്. പക്ഷേ ഇവിടെ എങ്ങും വണ്ടി കയറത്തുമില്ല. വണ്ടി കയറിയ ഒരു 1.5 മണിക്കൂർ എടുക്കും ഇതിനകത്ത് നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല കോസ്റ്റ്ലിയാണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വാങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ബാർഗെയിൻ ചെയ്താലും കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടന്നപ്പോഴാണ് ഈ മിനിയേച്ചർ സംഭവം കണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കും നല്ല വില കുറവായിരിക്കും. അല്ല, ആ ഇരിക്കുന്ന ഓരോ സാധനത്തിനും 400-300 ഒക്കെ ആയിരുന്നു റേറ്റ്, ഈ കുഞ്ഞു സാധനത്തിന്. പിന്നെ ഇതൊന്നും വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല, കാര്യം ഇതെല്ലാം 2 മണിക്കൂറത്തേക്കേ ഉള്ളൂ. പിന്നെ ഞാൻ തൊട്ടപ്പുറത്തിരിക്കുന്ന മിനിയേച്ചർ കണ്ടിട്ട് അങ്ങോട്ട് ഓടുന്ന ഓട്ടോ ആണിത്. അതും പക്ഷേ 30, 50, 70 ഒക്കെയാണ്. ഏറ്റവും ചെറുതിനാണ് 30 റുപ്പീസ്. ഇത് റെസിൻ്റെ സാധനമാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഓരോ മോൾഡ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങില്ലല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് കുറേ നേരമൊക്കെ നോക്കി ഞാൻ വാങ്ങി, പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് കാണുന്നില്ല. അങ്ങനെ എനിക്കിതും പറഞ്ഞ് മേടിച്ചത് അല്ലു കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ട് ഇങ്ങനത്തെ കുറേ കുഞ്ഞു സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. നമ്മുടെ യൂണിക്കോൺ, ഡക്ക്. ഞാൻ വാങ്ങിയതൊരു യൂണിക്കോണും കുഞ്ഞൊരു ബേബി എലിഫൻറ്റും ഒരു ഡക്കുമാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. അങ്ങനെ വന്നപ്പോഴതാണ്ട് ഈ ആൻറ്റി
നമ്മുടെ എന്ത് പറയുന്നത് ജാമുൻ, വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളങ്ങനെ അത് വാങ്ങി. അതാണ്ട് ഈ ഒരു ഷിപ്പ് നമ്മുടെ കാറിൽ വെക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇല്ല ഇതെൻ്റെ സ്വന്തം ആണെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക. എന്തെങ്കിലും ആവട്ടെ, ഇതെൻ്റെ സ്വന്തം സ്വന്തം. അതിനകത്തുണ്ട് കേട്ടോ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു വഴിയായി കേട്ടോ. ഇത്രേ ഉള്ളൂ വീഡിയോ, ഈ ഒരു പോർഷൻ്റെ ഉള്ളൂ. അപ്പുറത്തോട്ട് ചെന്നാൽ വീഡിയോ പോയിട്ട് ബാഗ് പോലും ഒന്ന് തുറക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല, കാര്യം അത്രയ്ക്ക് തിരക്കാം അപ്പുറത്ത്. പക്ഷേ എന്താ പറയുക, ഒറ്റയ്ക്ക് പോയാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇത് ഷോപ്പ് ചെയ്യാം. അല്ലാതെ ഈ പിള്ളേരെ കൊണ്ടിട്ട് പിള്ളേരെ നോക്കുമോ ഷോപ്പ് ചെയ്യും, ഇതിൻ്റെ നിങ്ങളെ ആരെങ്കിലും പിടിച്ചോണ്ടോ എന്ത് ചെയ്യും, ആ ഒരു ടെൻഷനായിരുന്നു. അതുകൊണ്ട് താണ്ട് ഇവിടെയും വന്നു. ഇവിടെയും നല്ല റേറ്റാണ് കേട്ടോ. ടി നഗർ നമ്മൾ ആ കറക്റ്റ് സ്പോട്ടിൽ പോയാലേ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഭയങ്കര എന്താ പറയുക, പോർഷ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്, നമ്മളെപ്പോലെ ഉള്ളവരല്ല, പാവപ്പെട്ടവരൊന്നുമല്ല. അതുകൊണ്ട് ആ ഒരു കുഞ്ഞു സാധനത്തിന് 250-300 രൂപയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. ഇവരെ വീണ്ടും ഞങ്ങൾ അപ്പുറത്ത് മേടിച്ചു തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ വന്ന് സത്യമായിട്ട് തളർന്നു കേട്ടോ. ഈ മെഹന്തി ഇടുന്നത് വരെ ഉള്ള വീഡിയോ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മെഹന്തി ഇത് ചെയ്യുന്ന മണ്ടത്തിലാണ്, കാര്യം ഇനി അങ്ങോട്ട് നടക്കണം. പക്ഷേ ഇനി ഒരടി നടക്കാനുള്ള ആരോഗ്യം ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, കുഞ്ഞ് കൈയല്ലേ, അത്രയും നേരമെങ്കിലും റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവളെയും കൊണ്ട് അവിടെ ഇരുന്നതാട്ടോ. സത്യം പറഞ്ഞാൽ ആ കടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നതും ആ സാധനം അവൾ കഴുകിക്കളഞ്ഞു. ഒരു 10 ചുവട് നടന്നില്ല, അതിന് മുന്നേ അല്ലുമ്മ അത് കഴുകിക്കളഞ്ഞിട്ടുണ്ട്. കാര്യം അത് നടക്കത്തില്ല, കാര്യം എല്ലാവരും അത്രയ്ക്ക് തിരക്കാണ്. ഇങ്ങനെ കൈ വെച്ച് നടന്നത് എല്ലാവരുടെയും ദേഹത്ത് പറ്റി പോത്തതേ ഉള്ളൂ. അങ്ങനെ ഒരു വിധം ഒരു ടി നഗർ കാണാൻ പോയ ഞങ്ങൾ എന്താ പറയുക, ശശികളായിട്ട് തിരിച്ചു വന്നൊരവസ്ഥയായിരുന്നു. വീഡിയോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തോടെ ഞാൻ ട്രൈപ്പോഡും എല്ലാം ആയിട്ടാണ് പോയത്. പക്ഷെ നടക്കത്തില്ല, ഒറ്റയ്ക്ക് പോയാൽ ഇതെല്ലാം നടക്കും കേട്ടോ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര. ഒരു ഓട്ടോയ്ക്ക് നമ്മൾ കയറുന്നത് നമ്മൾ വെളിയിരിക്കുന്നവർ നമ്മളെക്കാട്ടിൽ സ്പീഡിൽ പോകുന്ന പോലെ, നടന്നാൽ ഇതിന് മുന്നേ എത്തും. ആ ഒരു അവസ്ഥയിൽ എന്തായാലും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസം വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ടി നഗറിലെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി നാളെ. ബൈ.